Hello everyone, this is Muhammad Alfan. Welcome to Skill to Succeed. ഒരു പക്ഷേ എക്സലിൽ നമ്മൾ റെഗുലറായിട്ട് കാണുന്ന ചെറിയൊരു ഓപ്ഷൻ പോലും നമ്മളെ വർക്കിനെ നല്ല രീതിയിൽ അത് സ്വാധീനിക്കും. അത്തരത്തിലൊരു ഓപ്ഷനാണ് ഇത് സ്കിപ്പ് ബ്ലാങ്ക് എന്നുള്ളത്. നമ്മൾ സാധാരണ ഈ പേ സ്പെഷ്യൽ എന്നുള്ളൊരു ഓപ്ഷൻ എന്തിനാ യൂസ് ചെയ്യുക? 90% ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഫോമുല റിമൂവ് ചെയ്യാനാണ്, റൈറ്റ്? ആ ഒരു പേ സ്പെഷ്യൽ വിൻഡോയിൽ വരുന്ന ഒരു ഓപ്ഷനാണ് സ്കിപ്പ് ബ്ലാങ്ക് എന്നുള്ളത്. ആ ഒരു ഓപ്ഷൻ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എത്രമാത്രം ഹെൽപ്ഫുൾ ആവുന്ന ഈ വീഡിയോ കൂടെ കാണാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇവിടെ കാണാം ചെറിയൊരു ഡാറ്റാബേസ്, റൈറ്റ്? സീരിയൽ നമ്പർ, എംപ്ലോയി നമ്പർ, നെയിം, കൺട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ഞാനത് HR ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു വെരിഫിക്കേഷന് വേണ്ടി അയക്കുകയാണ്. സോ ഈ ഒരു ഡാറ്റിന്റെ കൂടെ തന്നെ അഡീഷണലി ഡിപ്പാർട്ട്മെന്റ് കോളം ഇവിടെ ഇൻസേർട്ട് ചെയ്തു. എനിക്ക് ആകെ അറിയേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കറക്റ്റ് ആണോ എന്നുള്ളതാണ്. അഥവാ അതിന് കറക്ഷൻ ഉണ്ടെങ്കിൽ അവരിവിടെ ആഡ് ചെയ്താൽ മതി. ആ ലെവലിലാണ് അവരെനിക്ക് റിവേർട്ട് ചെയ്യേണ്ടത്. സോ ആ ഒരു HR ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഐഡന്റിഫൈ ചെയ്തു. ഈ കോർപ്പറേറ്റിന് പകരം ഇത് ആക്ച്വലി സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന് പകരം ഇത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഇത് പർച്ചേസ് അല്ല, ഇത് ആക്ച്വലി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ എഗെയിൻ പ്ലംബിങ്ങിന് പകരം സെയിൽസ് ആണ്. ഓക്കെ, സോ ഞാൻ അയച്ചു കൊടുത്തുമ്പോൾ അവരെനിക്ക് തിരിച്ച് ഇതേ ഷീറ്റിൽ തന്നെ ഇപ്രകാരം അയച്ചു. പക്ഷേ ഇത് എനിക്ക് ഇവിടെ കറക്റ്റ് ഇവിടെ ഫിറ്റ് ചെയ്യണം. എനിക്ക് രണ്ട് രീതിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ മാനുവലി ഇത് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ സെല്ല് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, റൈറ്റ്? ജസ്റ്റ് Ctrl+C പ്രസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം എഫേർട്ടും ടൈമും അവിടെ വേസ്റ്റ് ആവും, എസ്പെഷ്യലി വലിയൊരു ഡാറ്റാബേസ് ഒക്കെ ആണെങ്കിൽ, റൈറ്റ്? ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താലോ? കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ അവിടെ ഡിലീറ്റ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ജസ്റ്റ് Ctrl+C പ്രസ് ചെയ്യുന്നു. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ മെയിനായിട്ട് സ്കിപ്പ് ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതായത് സ്കിപ്പ് ബ്ലാങ്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ കറക്റ്റ് ഡാറ്റ ഇവിടെ മെർജ് ചെയ്യുക എന്നുള്ളത്. ആദ്യം തന്നെ വേണ്ടത് ആ റെസ്പെക്റ്റീവ് കറക്ഷൻ വന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ സെല്ല് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. സോ ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, കോപ്പി ചെയ്യുന്നു. ശേഷം നമുക്ക് എവിടെയാണോ ഇത് പ്ലേസ് ചെയ്യേണ്ടത്, ഈ ഒരു സെക്ഷനിൽ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അതുമല്ല, നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു 4 കറക്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പുറമേ ഉള്ളതും അത് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യരുത്. സോ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ മെയിനായിട്ട് ഈ പേ സ്പെഷ്യൽ സ്കിപ്പ് ബ്ലാങ്ക് യൂസ് ചെയ്യുക. അതെങ്ങനെയാണ് കാണിച്ചു തരാം. സോ ഇനി എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് കേസർ പ്ലേസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേ സ്പെഷ്യൽ. അതിനുശേഷം ഈ ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് ഫസ്റ്റ് കാറ്റഗറി പേസ്റ്റ് എന്ന് കാണാം, റൈറ്റ്? അതിൻ്റെ അണ്ടർ തന്നെ മൾട്ടിപ്പിൾ സബ് ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പേസ്റ്റ് ചെയ്യുന്നത്? അതായത് വാല്യൂസിലാണോ, അല്ലെങ്കിൽ ഫോർമുലേസിലാണോ, അല്ലെങ്കിൽ ഫോർമാറ്റിലാണോ? എനിക്കിവിടെ വാല്യൂസ് മാത്രമാണ് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്, റൈറ്റ്? സോ വാല്യൂ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടീഷൻ വെക്കണം. അതായത് നമ്മൾ ഈ ഡാറ്റ സെറ്റ് പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് മാത്രമേ പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബ്ലാങ്കുകളൊക്കെ സ്കിപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് സ്കിപ്പ് ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ, റൈറ്റ്? ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്തു. സി, ആ കംപ്ലീറ്റ് കറക്റ്റ് ചെയ്ത ഡാറ്റ മാത്രം ഇവിടെ പേസ്റ്റ് ചെയ്തു, ബാക്കിക്ക് റിമെയിൻ ആയി നിന്നു, റൈറ്റ്? നെക്സ്റ്റ് വേറെ ഒന്ന് നോക്കാം. സാമ്പിൾ 2 എന്ന ഷീറ്റിലേക്ക് പോകുന്നു. സോ ഈ ഒരു ഡാറ്റാബേസ് തന്നെ ഓൾമോസ്റ്റ് ഒരു 400+ ലൈൻ ഐറ്റംസ് ഉണ്ട്, റൈറ്റ്? സോ ഇവിടെ ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൺട്രിയും ഡിപ്പാർട്ട്മെൻറ്റും. അതായത് മൾട്ടിപ്പിൾ കോളംസ് ആണ് എനിക്ക് കറക്റ്റ് ചെയ്ത് വന്നത്. ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആ സ്പെസിഫിക് റേഞ്ച് കൺട്രിയുടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ സെലക്ട് ചെയ്ത റേഞ്ച് കംപ്ലീറ്റ് കോപ്പി ചെയ്യുക. ശേഷം എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ആ കറക്റ്റ് റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. അതുമല്ലെങ്കിൽ എവിടെയാണോ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ കൺട്രി തൊട്ടിട്ടാണ് നമുക്ക് ആ കറക്റ്റ് ചെയ്ത ഡാറ്റ കംപ്ലീറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്, റൈറ്റ്? സോ ഇവിടെ കൺട്രി സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഗാനാണ്. അവിടെ കേസർ പ്ലേസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക മൗസിൻ്റെ, പേ സ്പെഷ്യൽ ആൻഡ് വാല്യൂസ് ആൻഡ് സ്കിപ്പ് ബ്ലാങ്ക്സ്. ഓക്കെ, സി ഇവിടെ കംപ്ലീറ്റ് ഡാറ്റ ഇവിടെ കറക്റ്റ് ചെയ്തതെന്ന് കാണാൻ പറ്റും, റൈറ്റ്? സ്റ്റോർ ഉള്ളത് ഇവിടെ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ കൺട്രീസും ഇവിടെ അപ്ലൈ ചെയ്ത് കാണാം, റൈറ്റ്? സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.